കറിവേപ്പിലയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മുടെ നെല്ലിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ കടുക് പൊട്ടിച്ചതിന്റെ എണ്ണേന്റെ ഒക്കെ. ഹലോ, എല്ലാവർക്കും ചാരപ്പടിക്കലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നെല്ലിക്ക അച്ചാറാണ്. ഇപ്പൊ നെല്ലിക്കയുടെ സീസൺ ആണല്ലോ അല്ലെ. അപ്പൊ ആ നെല്ലിക്ക വെച്ചിട്ട് നമുക്ക് നല്ലൊരു അച്ചാർ ഇട്ട് വെക്കാം. അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പൊ അതിന് മുൻപായിട്ട് എന്റെ ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇനി ഇതുപോലത്തുള്ള നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അപ്പൊ ഞാൻ ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോ തുടങ്ങാം. നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇടുന്നതിനായിട്ട് ഞാൻ 1 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ സാധാ വലിയ നെല്ലിക്കയല്ല, ഇത് കുഞ്ഞ നെല്ലിക്കയാണ്, കാട്ടു നെല്ലിക്ക എന്ന് പറയും. ഇതിനാണ് ഏറ്റവും ടേസ്റ്റ് എന്നാണ് പറയുന്നത്. അച്ചാറൊക്കെ ഇടുമ്പോഴത്തേക്കും വലിയ നെല്ലിക്കേനേക്കാളും ടേസ്റ്റ് ഇതിനായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പൊ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഒരു മൺപാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ മൺപാത്രത്തിൽ വേവിക്കുകയാണെങ്കിലാണ് നല്ലത്. അല്ലെങ്കിൽ മറ്റു പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അതൊന്ന് കറുത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് വരുമ്പോഴത്തേക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക്, അപ്പൊ ഞാൻ പറയാൻ വിട്ടുപോയി, നന്നായിട്ട് കഴുകി വെള്ളം ഊറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരു 200 ml വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കത് വേവിച്ചെടുക്കണം. അപ്പോൾ എത്ര നേരം വേവിക്കണം, വേവത്ര ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ആവശ്യത്തിന് വെള്ളം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓൺ ആക്കിയിട്ട് ഇത് വേവാൻ വെക്കണം. അപ്പൊ വേവിക്കുന്ന സമയത്ത് മൂടി വെച്ച് വേവിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. നെല്ലിക്ക ഇപ്പൊ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. ഇടയ്ക്ക് ഇളക്കി ഇട്ടിട്ട് അപ്പൊ എല്ലായിടത്തും ഒരുപോലെ വേവെത്തും. അപ്പൊ ഞാൻ വളരെ ചെറിയ തീയിലാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത്, ആയിട്ടില്ല. ജസ്റ്റ് ഒന്ന് നെങ്ങിയാൽ മതി. അധികം നേരം വേണ്ട. എത്ര സമയം എടുത്തെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പൊ ഏറ്റവും ചെറിയ സിമ്മില്, ചെറിയ തീയില് മൂടി വെച്ച് വേണം വേവിക്കാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇളക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് വീണ്ടും മൂടി വെക്കാം. അപ്പൊ കൃത്യം 10 മിനിറ്റ് ആണ് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ വെന്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്, ഇങ്ങനെ നെക്കി നോക്കുന്ന സമയത്ത് അങ്ങനെ വിണ്ടു വരുവാണെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പൊ ഞാൻ പറയുമ്പോൾ നമ്മുടെ തീനനുസരിച്ചും അതുപോലെ നെല്ലിക്കയുടെ വലിപ്പം അനുസരിച്ചും സമയം മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നോക്കി ചെയ്യുക. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ഇളക്കുന്ന സമയത്ത് ഒന്ന് നെക്കി നോക്കുക. വേവുന്നുണ്ടെങ്കിൽ അപ്പൊ കറക്റ്റ് ആയിട്ട് ആയി എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അല്ലി തിരിച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ ഞാനിന്ന് അല്ലി തിരിക്കുന്നില്ല, അല്ലാതെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ വലിയ നെല്ലിക്കൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ അല്ലി പൊഴിച്ചതിന് ശേഷം കുരുമാറ്റിയിട്ട് നമുക്ക് അച്ചാറിടാവുന്നതാണ്. അപ്പൊ നമ്മുടെ നെല്ലിക്ക ഇപ്പൊ വെന്തിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കി സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാവേ. നമുക്കിനി അച്ചാർ ഇടാൻ ആവശ്യമായിട്ടുള്ള പൊടികൾ എന്തൊക്കെയാ നോക്കാം. മുളക് പൊടി വേണം, അത് 3 ടേബിൾ സ്പൂണും അച്ചാർ പൊടി 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അച്ചാർ പൊടി എടുക്കുമ്പോൾ നല്ല കമ്പനിയുടെ നോക്കി എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടി എടുക്കുമ്പോൾ കാശ്മീരി ചില്ലി വേണം എടുക്കുക. അപ്പൊ നല്ല കളർ കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ ഞാൻ എടുക്കാൻ നേരത്തെ എത്രയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു തരാം. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇപ്പൊ ആവശ്യം. നമുക്ക് ഇനി ഈ പൊടികളെല്ലാം ചൂടാക്കിയിട്ട് വേണം നമ്മൾ നെല്ലിക്കയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. നമുക്കിനി പൊടി ചൂടാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് വലിയ പാത്രം നോക്കി എടുക്കാം. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ചൂടായതിനു ശേഷം, നമ്മുടെ എണ്ണ നന്നായി ചൂടായതിനു ശേഷം തീ ഓഫ് ആക്കിയിട്ടാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത്. അപ്പൊ നന്നായിട്ട് ചൂടാക്കട്ടെ ആദ്യം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ആക്കി. ഇനി ഇതിൻ്റെ അകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അച്ചാറ് പൊടിയും മുളക് പൊടിയും. തീ ഓഫ് ആക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാണ്ട് വല്ലാണ്ട് കരിഞ്ഞു പോകും. ആ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീ ഓഫ് ആക്കിയിട്ട്. അപ്പൊ നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ടാവും. ആ ചൂടിലും ആ പാത്രത്തിന്റെ ചൂടിലും നന്നായിട്ട് തന്നെ നമ്മുടെ പൊടികൾ ചൂടാക്കിയിട്ടിക്കോളും. പൊടി ഇപ്പൊ നന്നായി ചൂടായിട്ടുണ്ട്. ആ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പൊ വെള്ളം അടക്കം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒന്ന് വാട്ടിയെടുക്കണം. വാട്ടിയിട്ട് അരയ്ക്കുന്നുണ്ട്. അപ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലെണ്ണ എടുത്തിട്ടുണ്ട് വാട്ടാൻ ആവശ്യമായിട്ടുള്ള. പിന്നെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 3 കൂടാം, ഏകദേശം ഒരു 1/2 കപ്പോളം ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആവശ്യമുണ്ട്, കൊത്തി വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി വാട്ടിയെടുക്കുന്നതിനായിട്ട് ഒരു പാൻ നേരത്തെ വെച്ച പോലെ തന്നെ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഒരു 3-4 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി നന്നായിട്ട് വാട്ടിയെടുക്കാം.
സാധാരണ എല്ലാവരും വാട്ടിയിട്ട് അതുപോലെ തന്നെ ഇടുക ചെയ്യാറ്. നമ്മൾ അതിന് പകരമായിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചിട്ടാണ് ചേർക്കണം. അപ്പോൾ കുറച്ചും കൂടി നല്ല ഫ്ലേവറെല്ലാം അടങ്ങിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി വാട്ടിയെടുക്കാം. ഒത്തിരി തീ കൂട്ടി വെക്കണ്ട, കരിഞ്ഞു പോവാണ്ട് നന്നായിട്ട് വാട്ടി മാത്രം എടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് വാടിയിട്ടുണ്ട്. തീ ഓഫ് ആക്കിയിട്ട് നമുക്ക് തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലൊന്ന് മാറ്റിയിട്ട് ഈ എണ്ണയിലേക്ക് തന്നെയാണ് ബാക്കി സാധനങ്ങളും കടുക് പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും വാട്ടിയ എണ്ണയിലേക്ക് തന്നെ ബാക്കി ഞാനൊരു 2 ടേബിൾ സ്പൂണും കൂടെ നല്ലെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ നമുക്ക് കുറച്ച് സാധനങ്ങളൂടെ ചേർത്ത് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം എല്ലാവരുടെ അടുത്തും നെല്ലിക്ക വാങ്ങിക്കാൻ കിട്ടുന്ന സമയമാണ്. അപ്പം എല്ലാവരും നെല്ലിക്ക വാങ്ങി ഈ അച്ചാറ് ഇട്ട് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നേക്കണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇനി ഇടാനുള്ളത് ഇഞ്ചി ഇടാനുണ്ട്. ഇഞ്ചി ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് ചെറുതായിട്ട് നുറുക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇഞ്ചി വേണമെന്നുള്ളവർ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇഞ്ചി ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പച്ചമുളക് ആവശ്യമുണ്ട്. പച്ചമുളക് എടുക്കുമ്പോൾ ഒരു 8-10 പച്ചമുളക് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു വലുപ്പത്തിൽ മുറിച്ചെടുക്കാം ചെറുതായിട്ട്. എന്നിട്ട് അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിന്ന് പച്ചമുളക് എടുക്കുന്നില്ല, അതിന് പകരമായിട്ട് എൻ്റെ അടുത്ത് കാന്താരി ഉണ്ട്. അതുകൊണ്ട് കാന്താരി തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇൻഡിവിജ്വൽ അനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി മൂക്കാൻ നിൽക്കേണ്ട, അപ്പോൾ അല്ലാതെ പൊട്ടും. മുളക് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ആക്കാം. കറിവേപ്പിലയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മുടെ നെല്ലിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കടുക് പൊട്ടിച്ചതിൻ്റെ എണ്ണേൻ്റെയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നേരത്തെ നമ്മുടെ വെള്ളം ബാക്കി ഉണ്ടായിരുന്നു, അത് നമ്മുടെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് 2-3 സാധനങ്ങളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ്. ഈ വിനാഗിരി എന്ന് പറയുന്നത് വിനാഗിരി എസെൻസിന്റെ അകത്ത് ചേർത്തതാണ്, വെള്ളം മിക്സ് ചെയ്തതാണ്. അപ്പൊ ഞാൻ വിനാഗിരി എസെൻസ് എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ആണ്. 2 ടേബിൾ സ്പൂൺ വിനാഗിരിയിലേക്ക് എസെൻസിലേക്ക് ഞാനൊരു 1/2 കപ്പോളം നല്ല തിളച്ചാറിയ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ സാധാ വിനാഗിരി ആണുള്ളെങ്കിൽ 1/2 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ എസെൻസ് ആണെങ്കിൽ ഞാനിപ്പോൾ ഒഴിച്ചതുപോലെ 2 ടേബിൾ സ്പൂൺ വിനാഗിരി എസെൻസിലേക്ക് ബാക്കി 1/2 കപ്പ് നല്ല ചൂടാറിയ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കായ്പ്പൊടിയാണ്. ഞാൻ കായ്പ്പൊടി ഇവിടെ എടുത്തിരിക്കുന്നത് 3 ടീസ്പൂൺ ആണ്. അതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം വേണം തോന്നുകയാണെങ്കിൽ ഇതുപോലെ തിളച്ചാറിയ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എപ്പോഴും അതുപോലെ ഞാൻ എപ്പോഴും അച്ചാറിനകത്ത് പറയാറുണ്ട്, നിങ്ങൾ എടുക്കുന്ന പാത്രവും അതുപോലെ ഉപയോഗിക്കുന്ന സ്പൂണെല്ലാം തീരെ വെള്ളം ഉണ്ടാവരുത്. വെള്ളമൊന്നും ഇല്ലാത്ത പാത്രത്തിൽ വേണം ഉപയോഗിക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാക്കി എടുക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. നേരത്തെ നമ്മൾ നെല്ലിക്കയിൽ മാത്രമാണ് ഉപ്പിട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർക്കുമ്പോഴാണ് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇതും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡിയാവും കേട്ടോ. ഇത് വളരെ ടേസ്റ്റിയാണ് ഈ ഒരു റെസിപ്പി. നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. ഈ സമയത്ത് ഉപ്പെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യുക, കറക്റ്റ് ആയോ എന്ന്. ഇല്ലെങ്കിൽ ഉപ്പൊക്കെ കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നെല്ലിക്കാച്ചാറ് തയ്യാറായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല കുറുക്കിയ ചാറൊക്കെ ആയിട്ടുള്ള നെല്ലിക്കാച്ചാറാണ്. അപ്പൊ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കൂട്ടി തുടങ്ങാവുന്ന കേട്ടോ. കുറച്ച് ദിവസം കൂടി ഇരിക്കുകയാണെങ്കിൽ കൊള്ളാം, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ എല്ലാവർക്കും ഈ നെല്ലിക്കാച്ചാറിന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്, കമന്റും ചെയ്യണേ. അപ്പൊ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനിയും ഞാൻ പുതിയ റെസിപ്പീസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതുവരെയായിട്ട് നിങ്ങൾ എന്റെ മറ്റച്ചാറുകളുടെ റെസിപ്പി കണ്ടിട്ടില്ല, അതോടെ ഒന്ന് കണ്ടു നോക്കണേ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം. അപ്പൊ അടുത്ത ദിവസം ഞാൻ പുതിയൊരു റെസിപ്പിയും ഡിഫറെന്റ് ആയിട്ട് റെസിപ്പിയുമായിട്ട് വരാം. എല്ലാവർക്കും ബൈ ബൈ.